നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പറയുന്ന കുറച്ച് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ കുറച്ചധികം ദോഷങ്ങൾ സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. അതായത് വരുന്ന കുറച്ച് ദിവസത്തിനകം ജീവിതത്തിൽ കുറച്ചധികം പ്രശ്നങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളും ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കുറച്ച് നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ അതിൻ പ്രകാരം നിങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കുക. എന്തെങ്കിലും തടസ്സങ്ങളും കഷ്ടതകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തക്കതായ പ്രതിവിധി തേടുവാനായിട്ട് അപേക്ഷിക്കുകയാണ്. ആദ്യം തന്നെ അതിൽ ഒന്നാമത്തെ നക്ഷത്ര ജാതകരെന്ന് പറയുന്നത് രേവതി നക്ഷത്ര ജാതകരാണ്. രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം തകർച്ചകൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് എന്തു ചെയ്താലും കഷ്ടതകൾ അനുഭവിക്കേണ്ടതായ ഒരു സാഹചര്യം, വളരെയധികം വെല്ലുവിളികൾ അനുഭവിക്കേണ്ടതായി വരുന്നു. ഒന്നും ചെയ്യുവാനായിട്ട് കഴിയാതെ വളരെയധികം ഭാരപ്പെടേണ്ടതായ സാഹചര്യം. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ സംഭവിച്ചാലും അതെല്ലാം വളരെ നെഗറ്റീവിലേക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അടുത്ത നക്ഷത്ര ജാതകർ എന്ന് പറയുന്ന ഭരണിയാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് കുറച്ചധികം നഷ്ടങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ടും സാമ്പത്തിക തകർച്ച, ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ലായ്മ, എപ്പോഴും തടസ്സങ്ങൾ മാത്രം, അങ്ങനെ തുടങ്ങി വളരെയധികം കഷ്ടതകളാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്ര ജാതകരാണ്. മകം നക്ഷത്ര ജാതകർക്കും ഒരു വലിയ വെല്ലുവിളി നേരിടാൻ പോകുന്നു. അതുപോലെ തന്നെ കഷ്ടതകൾ കടന്നു വരുന്നു. പ്രയാസങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തളർന്നു പോകുന്ന അവസ്ഥകൾ, അങ്ങനെ തുടങ്ങി ധാരാളം നെഗറ്റീവുകളാണ് ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത്. അതൊന്ന് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ആയില്യം നക്ഷത്ര ജാതകർക്കും വളരെയധികം പ്രയാസങ്ങളാണ് കണ്ടുവരുന്നത്. സന്തോഷമില്ലായ്മ, ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും ഒരർത്ഥമുണ്ടാകാത്ത കുറച്ച് അവസ്ഥകൾ, അങ്ങനെ തുടങ്ങി വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും മാനസിക സംഘർഷങ്ങളും ജീവിതത്തിൽ ഒരു കഷ്ടതയും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്തിട്ടും ഒരു ഫലവുമില്ല എന്ന രീതിയിൽ കുറച്ചു കാലമായിട്ട് കഴിയുന്ന നക്ഷത്ര ജാതകരാണ് ചോതി നക്ഷത്ര ജാതകർ. വളരെയധികം സൂക്ഷിക്കുക. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുക. മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്ര ജാതകരാകുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ്. ഈ ചിത്തിരയും മൂലവും നക്ഷത്ര ജാതകർ വളരെയധികം സൂക്ഷിക്കുക. വരുന്ന കുറച്ച് ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കഷ്ടതയുടെ ദിവസമാണ്. കടഭാരത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് പോകുവാനായിട്ട് ഓർമ്മിക്കുക. ജീവിതത്തിൽ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. പലരും ഉപേക്ഷിക്കുന്നതായ സാഹചര്യങ്ങളൊക്കെ വന്നേക്കാം. അവിടെ ഒന്നും അടിപതറാതെ ജീവിതത്തിലൊരു വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ വളരെയധികം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നു. എല്ലാവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി ഈശ്വര അനുഗ്രഹത്താൽ ഈ നക്ഷത്ര ജാതകർക്ക് ഉയർച്ചകൾ നേടുവാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപകടമുണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ ഒരു അനുഗ്രഹം നേടുവാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ നക്ഷത്ര ജാതകർ. ഈ നക്ഷത്ര ജാതകരെയും മറ്റു നക്ഷത്ര ജാതകരെയും ഒക്കെ ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.